ഹായ് ഹലോ നമസ്കാരം. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം മൈക്രോമാക്സ് ഇന്ത്യൻ വിപണിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്ന് മൈക്രോമാക്സ് ഇന്ത്യയിൽ 2 സ്മാർട്ട് ഫോണാണ് ലോഞ്ച് ചെയ്തത്. ഈ 2 സ്മാർട്ട് ഫോൺസിന്റെയും ഡീറ്റെയിൽ സ്പെസിഫിക്കേഷൻസും അതേപോലെ പ്രൈസിംഗുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മൈക്രോമാക്സ് ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിച്ചിരിക്കുന്ന 2 സ്മാർട്ട് ഫോൺസിന്റെ പേര് മൈക്രോമാക്സ് ഇൻ 1ബിയും അതേപോലെ മൈക്രോമാക്സ് ഇൻ നോട്ട് 1 ഈ 2 സ്മാർട്ട് ഫോൺസിൽ നമുക്ക് കിട്ടുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. അതായത് പ്യുവർ ആൻഡ്രോയിഡ് ഓയിസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒരു തരത്തിലുള്ള ബ്ലോട്ട് വയേഴ്സോ അഡ്വർടൈസ്മെന്റോ ഒന്നും തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കത്തില്ല. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും കാണില്ല. ഗൂഗിളിൻ്റെതായിട്ടുള്ള കോർ ആപ്ലിക്കേഷൻസ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ 2 വർഷം വരെ ഗ്യാരണ്ടീഡ് അപ്ഡേറ്റ്സ് ഉണ്ടാവുമെന്ന് മൈക്രോമാക്സ് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സ്മാർട്ട് ഫോൺസിന്റെ സ്പെസിഫിക്കേഷൻസ് ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് നോട്ട് 1ന്റെയാണ് നോക്കാൻ പോകുന്നത്. ഇതിൽ നമുക്ക് 6.67 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്തിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ മീഡിയാടെക്കിന്റെ G85 എന്ന പ്രൊസസ്സറാണ്. ഇതൊരു കംപ്ലീറ്റ്ലി ഗെയിമിംഗ് ഓറിയന്റഡ് പ്രൊസസ്സറാണ്. ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ബാക്കിൽ കോഡ് ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 48 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ, 5 മെഗാ പിക്സലിന്റെ അൾട്രാവൈഡ് ക്യാമറയും, 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസിംഗും 2 മെഗാ പിക്സലിന്റെ മാക്രോ ആണ് വരുന്നത്. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 16 മെഗാ പിക്സലിന്റെ ഒരു ഫ്രണ്ട് ക്യാമറ ആണ് വരുന്നത്. ഇതിൽ നമുക്ക് 78 ഡിഗ്രി വൈഡ് ആംഗിൾ ഫോട്ടോസ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജിഫ് ഇമേജസും പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ ഈ ഒരു ബാക്ക് ക്യാമറ എന്ന് പറയുന്നത് AI-enabled ബാക്ക് ക്യാമറ ആണ്. അതേപോലെ അഡ്വാൻസ് നൈറ്റ് മോഡ് ഫീച്ചറും ഈ ഒരു ക്യാമറയിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇതിന്റെ ബാറ്ററിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 5000 mAh ബാറ്ററിയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും നമുക്ക് ഇൻ ദ ബോക്സ് കിട്ടുന്നുണ്ട്. അതേപോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ്. 2 കളർ വേരിയൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ഗ്രീനും അതേപോലെ തന്നെ വൈറ്റും. ഇനി ഇതിന്റെ പ്രൈസിംഗിലേക്ക് വരാം. ഈ 2 സ്മാർട്ട് ഫോൺസിന്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് വളരെ അഗ്രസീവ് ആയിട്ടുള്ള പ്രൈസിംഗ് തന്നെയാണ്. നമുക്ക് അതിന്റെ പ്രൈസിംഗ് കാണുമ്പോൾ മനസ്സിലാവും. ഇതിന്റെ 4GB 64GB വേരിയന്റിന്റെ വില എന്ന് പറയുന്നത് 10,999 രൂപയാണ്. അതേപോലെ തന്നെ 4GB 120GB വേരിയന്റിന്റെ വില എന്ന് പറയുന്നത് 12,499 രൂപയാണ്. ഇത്രയും സ്പെസിഫിക്കേഷൻസോട് കൂടി ഇന്ത്യൻ മാർക്കറ്റിൽ വേറെയും സ്മാർട്ട് ഫോൺസ് ഉണ്ട്. റെഡ്മിയുടെ സ്മാർട്ട് ഫോൺസ് ഉണ്ട്. ഈ സ്മാർട്ട് ഫോൺസിന്റെ വിലയെക്കാട്ടി ഒരുപാട് കുറച്ചിട്ടാണ് മൈക്രോമാക്സ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മൈക്രോമാക്സിന്റെ ഇൻ 1B എന്ന സ്മാർട്ട് ഫോണിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് 6.5 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. അതേപോലെ ഇതിൽ യൂസ് ചെയ്യുന്ന പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ മീഡിയാടെക്കിന്റെ G35 എന്ന പ്രൊസസ്സറാണ്. ഇതൊരു ഗെയിമിംഗ് ഓറിയന്റഡ് പ്രൊസസ്സർ തന്നെയാണ്. ഇതിൽ നമുക്ക് 5000 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. 10 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ കിട്ടുന്നുണ്ട്. Type-C പോർട്ടാണ് ഇതിൽ വരുന്നത്. ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ബാക്കിൽ ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 13+2 മെഗാ പിക്സലിന്റെ ഒരു ഡുവൽ ക്യാമറ. അതായത് ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് 8 മെഗാ പിക്സലിന്റെ ഒരു ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ 2 സ്മാർട്ട് ഫോൺസിന്റെയും ഫിനിഷിംഗ് എന്ന് പറയുന്നത് മാറ്റ് ഫിനിഷ് ആണ്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഗ്ലാസ് ഏതാണ് യൂസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊന്നും ലോഞ്ച് ഇവന്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു 1ബിയുടെ പ്രൈസിംഗ് നോക്കാം. 1ബിയുടെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 2GB 32GB പ്രൈസിംഗ് എന്ന് പറയുന്നത് 6,999 ആണ്. അതേപോലെ 4GB 64GB പ്രൈസിംഗ് എന്ന് പറയുന്നത് 7,999 ആണ്. 7,999 ഇത്രയും സ്പെസിഫിക്കേഷൻസ് കൂടി ഇത്രയും നല്ലൊരു മെമ്മറിയോടുകൂടി ഇന്ത്യൻ മാർക്കറ്റിൽ കറന്റ്ലി ഒരു സ്മാർട്ട് ഫോണും ഇല്ല. സോ ഓവറോൾ നോക്കി കഴിഞ്ഞാൽ നല്ല 2 ലോഞ്ചസ് തന്നെയാണ് മൈക്രോമാക്സ് നടത്തിയിരിക്കുന്നത്. ഇനി ഇതിന്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കൂടി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അത് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും പല റെഡ്മി സ്മാർട്ട് ഫോൺസും റിയൽമി സ്മാർട്ട് ഫോൺസിന്റെയും സെയിൽസ് ഈ മൈക്രോമാക്സിന്റെ സ്മാർട്ട് ഫോൺസിന് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ കാര്യങ്ങളൊക്കെ കണ്ടു തന്നെ അറിയാം. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.